ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട ഒരു പാപത്തെക്കുറിച്ചാണ്. സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പാപമാണ്. വ്യഭിചാരത്തിന് ശിക്ഷയായി 2 പേർക്ക് ലഭിച്ചത് അവരുടെ ഉദരം പിളർക്കപ്പെട്ടു. ഉദരം പിളർക്കുന്ന പാപം അതേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ പാപം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു പാപം, ഈ 2 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യങ്ങളാണ്. ഒരു ഭാര്യ ഒരിക്കൽ സൂചിപ്പിച്ച ഒരു കാര്യം, എൻ്റെ ഭർത്താവിന് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പാണ്. ഭാര്യ അല്ലാതെ മറ്റൊരാൾ കൂടിയല്ല, പല വ്യക്തികൾ. അവിടെയാണ് അവർ പറഞ്ഞത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്. വേറൊരു സ്ത്രീ സൂചിപ്പിച്ചൊരു കാര്യം, ഭർത്താവിന് ഇതുപോലത്തെ ചില അവിഹിതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ ന്യായീകരണം, നിനക്കൊരു കുറവ് ഞാൻ വരുത്തുന്നില്ലല്ലോ, എനിക്ക് നീ കൂടാതെ 1-2 പേരെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെന്നെ കുഴപ്പം. അത്ര ലാഘവ ബുദ്ധിയോടുകൂടി ആ ബന്ധങ്ങളെ കണ്ടു. പറഞ്ഞാൽ പുള്ളിക്ക് പള്ളിയിൽ വെച്ച് കല്യാണം കഴിച്ച് കിട്ടിയൊരു ഭാര്യ ലീലാമ്മ, അതുകൂടാതെ പുള്ളി പോകുന്ന വഴികളിലൊക്കെ കുറച്ച് തരണിമണികൾ, ഇനി ലീലാമ്മയ്ക്ക് ഒരു കുറവും വരുത്തുന്നില്ലല്ലോ എന്നതാണ് പുള്ളിയുടെ ന്യായീകരണം. ഈ രീതിയിൽ ഈ പാപത്തെ ലാഘവ ബുദ്ധിയോടുകൂടി എടുക്കാൻ പറ്റുമോ? നമ്മുടെ ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ അധ്യായത്തിൽ നമ്മൾ കാണുക 24,000 പേര് മരിച്ചു വീണ ഒരു സംഭവം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അതിന് ശിക്ഷയായിട്ട് അല്ലെങ്കിൽ അനർത്ഥമായിട്ട് അവരുടെ സമൂഹത്തിൽ വന്ന കാര്യങ്ങൾ, ഈ 2 പേരുടെ ഉദരം പിളർന്നു കഴിഞ്ഞപ്പോഴാണ് കർത്താവിൻ്റെ ക്രോധം ശമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വ്യാധി അവരുടെ സമൂഹത്തിൽ നിന്നും നീങ്ങിപ്പോകുന്നത്. നമുക്ക് ഈ പാപം ഏതാനും വചനങ്ങളുടെ ആ ഒരു സാധൂകരണത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. 25-ാം അധ്യായം സംഖ്യയുടെ പുസ്തകം, ഇതിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 2 പാപങ്ങൾ, വളരെ ഗൗരവമുള്ള പാപങ്ങളാണ് ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. 1 വ്യഭിചാരം, 2 വിഗ്രഹാരാധന. ഈ 2 പാപങ്ങളും വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ. 1-ാം കൽപ്പനയുടെ ലംഘനം, 6-ാം കൽപ്പനയുടെ ലംഘനം. ഇത് രണ്ടും വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണെന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ദൈവം ഈ സാഹചര്യത്തിൽ കോപിച്ച് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. കാരണം ഒരു യഹൂദൻ ഒരു മിദ്യാൻകാരിയെ കൂട്ടിക്കൊണ്ട് ഒരു കൂടാരത്തിലേക്ക് പോകുന്നത് ഫിനെഹാസ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എന്തുദ്ദേശത്തോടു കൂടിയാണ് അവർക്കെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് തീക്ഷ്ണത അവനെ വിഴുങ്ങി ധാർമ്മിക രോഷത്തിൽ അവൻ പോയിട്ട് യഹൂദൻ്റെയും മിദ്യാൻകാരിയുടെയും ഉദരം കുത്തിപ്പിളർന്നു എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഒരു ജഡിക പാപത്തിന് അവരുടെ തലവന്മാരെ പിടികൂടാൻ ദൈവം ആജ്ഞാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ തലവന്മാരെ പിടികൂടി കൊണ്ടുവരിക, അവരെ വധിക്കുക. അതുപോലെ തന്നെ ബാലിൻ്റെ അടിമകളായി തീർന്നവരെ പിടിച്ചു വധിക്കാൻ ദൈവം ആജ്ഞാപിക്കുന്നതും നമുക്ക് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. കർത്താവ് പറഞ്ഞ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ കോപം ശമിച്ചത്. സംഖ്യ 25 അതിൻ്റെ 9-ാമത്തെ വചനം എടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് 24,000 പേര് കൊല്ലപ്പെട്ട ഒരു സംഭവമാണിത്. തന്നെ നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്പറിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. 23,000 പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആ നമ്പറിൻ്റെ കാര്യം നോക്കുന്നതിനേക്കാൾ ഇത്രയും വലിയ ഒരു അനർത്ഥം സംഭവിക്കാനുണ്ടായ കാരണം ഇതുപോലത്തെ ഗൗരവമുള്ള ആ 2 പാപങ്ങളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എസെക്കിയേൽ 23-ാം അധ്യായം 30-ാമത്തെ വചനം ഇതിൻ്റെ കൂട്ടുവചനമായിട്ട് നമുക്ക് കാണാവുന്ന വചനഭാഗമാണ്. അവിടെ നമ്മൾ കാണുന്നു ഈ 2 പാപങ്ങൾ, 1 അന്യദൈവാരാധന, 2-ാമത്തേത് വ്യഭിചാരം. ഈ 2 പാപങ്ങൾ ഗൗരവമുള്ള പാപങ്ങളാണ്. അതുമൂലം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 81 9-ാമത്തെ വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ അന്യദൈവങ്ങൾ ഉണ്ടാകരുത്. ലേവ്യർ 20-ന്റെ 6 വായിച്ചാൽ, അന്യദൈവ ആരാധനയ്ക്ക് പോയാൽ നിങ്ങളെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയും. പാപത്തിൻ്റെ ഗൗരവമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 14-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിഗ്രഹങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ. വിഗ്രഹാരാധന ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്ത് നിന്നും വരരുത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 32-ാമത്തെ വചനം വായിച്ചാൽ, വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. സുബോധമുള്ളവൻ വ്യഭിചാരം ചെയ്യില്ല എന്നുള്ളത് ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുക. പുറപ്പാട് 20-ാം അധ്യായം 14-ാമത്തെ വചനം, നിയമാവർത്തനം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം എല്ലാം പറയുന്നുണ്ട് വ്യഭിചാരം ചെയ്യരുത്. അത് ദൈവം വിലക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ലേവ്യർ 20-ന്റെ 10 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്യൻ്റെ ഭാര്യയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയെ കൊല്ലണം, 20 വധിക്കപ്പെടണം എന്നുള്ളതാണ് ഈ ഒരു വചനഭാഗം ഓർമ്മിപ്പിക്കുക. മറ്റൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം, വ്യഭിചാരം എന്നത് മറ്റ് പാപങ്ങൾ പോലെ അല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 18-ാമത്തെ വചനം അവിടെ പറഞ്ഞിട്ടുണ്ട്, മറ്റു പാപങ്ങൾ ശരീരത്തിന്
വെളിയിൽ സംഭവിക്കുന്നു. ഇത് ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ വ്യഭിചാരം. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഗൗരവപൂർവ്വം കാണണം. മത്തായി 15:19 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉള്ള് അഴുകിയാൽ അത് വലിയ വിനയുണ്ടാക്കും. ഉള്ളാണ് പ്രധാനപ്പെട്ടത്. പുറമേ നിന്ന് ഉള്ളിലേക്ക് പോകുന്നതിനേക്കാൾ ഉള്ളിൽ നിന്നും പുറത്തോട്ട് വരുന്നത് കൂടുതൽ ഗൗരവമുള്ള കാര്യമായിട്ട് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉള്ളിൽ ഒരു പാപം നടക്കുന്നത്, വ്യഭിചാരം പോലത്തെ ഒരു പാപം നടക്കുന്നത് നമുക്ക് നാശം വിതയ്ക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വിഗ്രഹാരാധന, വ്യഭിചാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വർഗത്തിൻ്റെ വാതിൽ അടയ്ക്കും എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ആ വാതിൽ അടയ്ക്കപ്പെടും. അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അത് 1 കൊരിന്തോസ് 6-ാം 9, 10 വചനങ്ങൾ, വെളിപാട് 22-ാം 15 വചനം, ആര് സ്വർഗത്തിൽ പോകും, ആര് സ്വർഗത്തിൽ നിന്നും ഔട്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് ഈ 2 പാപങ്ങൾ ഗൗരവമുള്ളതായിട്ട് കണ്ടുകൊണ്ട് അവ ഒഴിവാക്കി ജീവിക്കുവാനുള്ള തീരുമാനമെടുക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.